കോമൺ സെൻസിന് നിരക്കാത്ത രീതിയിലുള്ള പ്രസ്താവനകളോ പ്രവൃത്തികളോ ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും മലയാള സിനിമയിൽ പലരും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളതാണ്. കൂട്ടത്തിൽ ഒരാൾ ആക്രമിക്കപ്പെട്ടപ്പോൾ സംഘടന എന്ത് നടപടി എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളൊരു കുടുംബം പോലെയാണ്, കുടുംബത്തിന്റെ ഉള്ളിലുള്ളത് കുടുംബത്ത് പറഞ്ഞു തീർക്കും എന്നൊക്കെ സംസാരിച്ച ഒരു സംഘടനയിൽ ഇന്ന് അടുത്ത കുടുംബത്തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. 200-ൽ 25 പടം ഹിറ്റായിട്ടുള്ള വർഷത്തിലും നഷ്ടക്കണക്കും പറഞ്ഞു വന്ന് പുതിയ നിർമ്മാതാക്കളെ തളർത്താൻ നോക്കിയ ഒരു നിർമ്മാതാക്കളുടെ സംഘടന ഇവിടെയുണ്ട്. അതിന്റെ തലപ്പത്തുള്ളവർ 100 കോടി ഷെയർ കിട്ടിയോ എന്ന് വെല്ലുവിളിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ 100 കോടി ഷെയർ കിട്ടിയ പടം ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടായി. പറഞ്ഞു വരുന്നത് പ്രസ്താവനകളും കാര്യങ്ങളും നടത്തുമ്പോൾ അതിനെക്കുറിച്ച് മിനിമം 5 തവണയെങ്കിലും ഇരുത്തി ചിന്തിക്കുക എന്ന് പറയുന്ന പരിപാടി പലപ്പോഴും മലയാള സിനിമാ മേഖലയിലുള്ളവർ പത്രസമ്മേളനം നടത്തുമ്പോൾ ചെയ്യാറില്ല. ഏറ്റവും പുതിയതായിട്ട് സംഭവിച്ച മാധവ് സുരേഷ് അശ്വന്ത് ഗോക്ക് തർക്കം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കാതെ ചാടിക്കയറി പറയുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ്. ഒരാളുടെ മിഡിൽമാൻ ആണ് എന്ന് പറഞ്ഞ് ആരോ ഫോൺ ചെയ്യുന്നു, പണം ആവശ്യപ്പെടുന്നു, കോൾ റെക്കോർഡിങ്ങും നമ്പറും ഉണ്ടായിട്ടും പോലീസിലോ സൈബർ സെല്ലിലോ പരാതിപ്പെടുന്നതിന് പകരം നേരെ പത്രസമ്മേളനം നടത്തി ഇങ്ങനെ ഒരു ആരോപണം പടച്ചുവിടുന്നു. ഇതിനു മുന്നേയും സിനിമാക്കാർ ഇങ്ങനെ പലരും പണം വാങ്ങിയാണ് റിവ്യൂ ഇടുന്നത് എന്ന ആരോപണവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തെല്ലാം വളരെ അവ്യക്തമായ രീതിയിൽ അവിടെയും ഇവിടെയും തൊടാത്ത പോലെ പറഞ്ഞതുകൊണ്ട് തിരിച്ചൊരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ തലയും വാലും ഇല്ലാത്തൊരു ഓഡിയോ ക്ലിപ്പും വെച്ച് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ആരോപണ വിധേയനായ വ്യക്തി നിർമ്മാതാവ് പറഞ്ഞ അസംബന്ധത്തെ അസഭ്യം കൊണ്ട് നേരിട്ടു. അതോടെ പ്ലേറ്റ് മാറി. കോക്കേട്ട, നിങ്ങളുടെ പേരിൽ ആരെങ്കിലും ഇങ്ങനെ തട്ടിപ്പ് നടത്തുകയാണെങ്കിൽ അതിലൊരു വ്യക്തത വരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം അല്ലേ എന്നൊക്കെ ചോദിച്ച് പരിപാടി അവസാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. മാധവേട്ട, നിങ്ങളൊരു സൂപ്പർ സ്റ്റാറിന്റെ, ഒരു കേന്ദ്രമന്ത്രിയുടെ മകനാണ്. നിങ്ങളെപ്പറ്റി കേരളത്തിലെ കുറെ പേർക്ക് അറിയാം. നാളെ ഒരു 100 പേര് പല സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ട് മാധവ് സുരേഷ് 1 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ട്, ഞാനാണ് മിഡിൽമാൻ എന്ന് വിളിച്ചു പറഞ്ഞാൽ അതെല്ലാം വ്യാജമാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണോ? എഗെയിൻ കോമൺ സെൻസ്. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ ഒക്കെ സോഷ്യൽ മീഡിയ ഫോളോയിങ് നോക്കുകയാണെങ്കിൽ അതെല്ലാം ഈ പറയുന്ന റിവ്യൂവർമാരുടെ ഫോളോവേഴ്സിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. എന്നിട്ടും ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ലെഗസി മീഡിയകളെ നോക്കാതെ ഇത്തരക്കാരെ നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ടാണ് ഇവർ അഭിപ്രായം പറയുന്നത് എന്ന് ഒരു വിഭാഗം ആളുകൾക്ക് ബോധ്യമുണ്ട്. ഞാൻ ഉപയോഗിച്ച വാക്ക് സത്യസന്ധതയാണ്. അതായത് ഒരു സിനിമ കണ്ടിട്ട് അവർക്ക് എന്താണ് തോന്നിയത് എന്ന് മറ്റു ഘടകങ്ങളെ ഒന്നും ചിന്തിക്കാതെ റിവ്യൂ പബ്ലിഷ് ചെയ്യുന്നു എന്നതാണ് ഓൺലൈൻ റിവ്യൂവർമാർക്ക് സ്വീകാര്യത കൊടുക്കുന്നത്. അതിൽ പലപ്പോഴും അൺപോപ്പുലർ ആയിട്ടുള്ള ഒപ്പീനിയനുകൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നല്ല സിനിമയെ മോശമായി ബാധിക്കുമെന്ന് വിശ്വസിക്കുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പരിപാടിയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും പുതിയ റിലീസായിട്ടുള്ള ദൃശ്യം 3 എന്ന സിനിമ കോൾ മീ ഷസാം എന്ന ചാനൽ നടത്തുന്ന ഷാസ് മുഹമ്മദ് കണ്ടിട്ട് പുള്ളിക്ക് വർക്കായില്ല എന്നാണ് പറഞ്ഞത്. 1 മില്യണിന് മുകളിൽ സബ്സ്ക്രൈബർമാരുള്ള ഒരു ചാനലാണ് പുള്ളിയുടേത്. അത് വിചാരിച്ചിട്ട് ആ സിനിമയുടെ കളക്ഷനിൽ എന്തെങ്കിലും സംഭവിച്ചോ? ഷാസ് പറഞ്ഞതിനോട് പലർക്കും വിയോജിപ്പുണ്ടാകും. അത് വിയോജിപ്പാണ്. നമ്മളെല്ലാവരും ദൃശ്യം 3 കണ്ടിട്ടുള്ള നമ്മുടെ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആർക്കെങ്കിലും ഒക്കെ ആ സിനിമ വിചാരിച്ചത്ര വന്നില്ല എന്നൊരു അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർക്ക് ഒരുപക്ഷെ ഷാസ് പോസ്റ്റ് ചെയ്ത റിവ്യൂവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഞാനൊന്നും വളർന്നു വരുന്ന സമയത്ത് സിനിമയിലെ നിരൂപണം എന്ന് പറയുന്ന പരിപാടിയെക്കുറിച്ച് കാര്യമായിട്ട് കേട്ടിട്ടില്ല. കാരണം മുഖ്യധാരാ മാധ്യമങ്ങളിൽ വിമർശനം അങ്ങനെ കണ്ടുവരാറില്ല. ഗ്ലോബലൈസേഷൻ വരുന്നതിന് മുന്നേ മലയാളത്തിൽ കോഴിക്കോടൻ, സിനിക്ക് എന്നിങ്ങനെ നിരൂപകർ മാസികകളിൽ എഴുതുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പിന്നീട് ഏതാണ്ട് 2 ദശാബ്ദത്തോളം, അതായത് 1990 സമയം മുതൽ ഏതാണ്ട് 2010 വരെയൊക്കെ മലയാളം സിനിമ റിവ്യൂ എന്ന് പറയുന്ന സംഗതിയെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓഡിയൻസിന്റെ പ്രതികരണം മാത്രമായിരുന്നു ജയപരാജയങ്ങളുടെ മാനദണ്ഡം. സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റ് ഉണ്ടെങ്കിൽ പരാജയപ്പെട്ട സിനിമ എന്ന് പറയുന്ന സിനിമ പോലും പ്രധാന സെന്ററുകളിൽ ഒരു മാസമെങ്കിലും ഓടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ 2010 കഴിഞ്ഞതോടെ 2011-12 കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ പലരുടെയും ജീവിതത്തിന്റെ ഭാഗമായി തുടങ്ങി. ആഷിഖ് അബുവിന്റെ സാൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയൊക്കെ ആ സമയത്ത് സോഷ്യൽ മീഡിയയുടെ സാധ്യത നല്ലപോലെ ഉപയോഗിച്ച് ജനസമ്മതി നേടിയ ഒരു സിനിമയായിരുന്നു. അന്ന് കൂടുതലായിട്ടും മില്ലേനിയലുകളായിട്ടുള്ള വ്യക്തികളായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവിടെ വരുന്ന പ്രതികരണം സിനിമയെ ദോഷകരമായി ബാധിക്കുന്ന നിലയിൽ എത്തിയിരുന്നില്ല. ഞാൻ സിനിമ റിവ്യൂ വെബ്സൈറ്റ് ഫോർമാറ്റിൽ ചെയ്തു തുടങ്ങിയത് 2012-ലാണ്. തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കൊള്ളില്ല എന്ന് പറഞ്ഞ പല സിനിമകളും ഒരു മാസം കഴിഞ്ഞ് മറ്റ് സിനിമകൾ കാണാൻ പോകുമ്പോഴും തിയേറ്ററിൽ 1ഉം 2ഉം ഷോ ആയിട്ട് ഓടുന്നത് കാണാൻ സാധിക്കുമായിരുന്നു. അതായത് അന്നത്തെ മൗത്ത് പബ്ലിസിറ്റിയുടെ സ്പീഡ് വളരെ കുറവായിരുന്നു. അംബാനി ജിയോ കൊണ്ടുവരാത്തതുകൊണ്ട് ഇന്റർനെറ്റൊക്കെ ആളുകൾ വളരെ സൂക്ഷിച്ചും കണ്ടും മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പതിയെ പതിയെ ഇന്റർനെറ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തിയതോടെ അഭിപ്രായം പറയുക എന്ന് പറയുന്ന സാധനം കൂടുതലായിട്ട് ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു. ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഇന്നും മലയാള സിനിമയിലുണ്ട്. എന്നാൽ നീ ഒരു സിനിമ എടുത്ത് കാണിക്കുക എന്ന ക്ലാസിക് ഡയലോഗ് ഇന്നും പറഞ്ഞു നടക്കുന്ന കിണറ്റിലെ തവളുകൾക്ക് ഇൻഡസ്ട്രിയിലും പുറത്തും ഇപ്പോഴും ഒരു കുറവില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ പറയുന്നതായിട്ട് കേൾക്കുന്ന ഒരു ഡയലോഗാണ്, ഇന്ന് എല്ലാവരും ഒരു നിരൂപകനാണ്, എല്ലാവർക്കും ഒരു മൊബൈലും തുറന്ന് അവനവന്റെ അഭിപ്രായം പറയാം. ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പണം കൊടുത്ത് സാധനം കൺസ്യൂം ചെയ്യുന്ന വ്യക്തിക്ക് സധൈര്യം സ്വന്തം അഭിപ്രായം പറയാം. മലയാളി സിനിമ കാണാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് വന്നതാണ് എന്നിവർ പറയുന്നുണ്ട്. റിവ്യൂ ചെയ്യുന്നവർ അത് തന്നെയാണ് പറയുന്നത്.
അശ്വന്ത് ഗോക്ക് മോശം പറഞ്ഞതുകൊണ്ട് ഭീഷ്മപർവം വീണുപോയിട്ടില്ല. ബ്രൊമാൻസ് പുള്ളി നല്ലത് പറഞ്ഞതുകൊണ്ട് ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ടില്ല. ഷസാം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ദൃശ്യം 3ക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഇതിനൊക്കെ കാരണം നിങ്ങൾ പറഞ്ഞ ഗർഭപാത്രത്തിൽ നിന്ന് സിനിമ പഠിച്ചു വന്ന ഓഡിയൻസ് തന്നെയാണ്. ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ട കാര്യമില്ല എന്ന സാമാന്യബോധം കേരളത്തിലെ സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകർക്കുണ്ട്. മറ്റേ പഞ്ചാബി സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പറഞ്ഞതുപോലെ 100% ലിറ്ററസി സാർ. മാതൃഭൂമിയും മനോരമയും ഏഷ്യാനെറ്റും ഒക്കെ പോലെയുള്ള വലിയ ചാനലുകളും പത്രങ്ങളും ഒക്കെ ഏതെങ്കിലും സിനിമയെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നത് ഈ അടുത്തെങ്ങാനും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം മലയാള സിനിമയുടെ സ്വഭാവം വെച്ചിട്ട് നെഗറ്റീവായിട്ടുള്ള റിവ്യൂ ഏതെങ്കിലും മാധ്യമ സ്ഥാപനം ചെയ്തു കഴിഞ്ഞാൽ സഹകരണം അങ്ങോട്ട് കുറയ്ക്കും. ഒരല്പം വർഷങ്ങൾക്ക് മുന്നേ മാതൃഭൂമി പത്രം വെള്ളിയാഴ്ച ഇറങ്ങിയ സിനിമയുടെ റിവ്യൂ ശനിയാഴ്ച പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതി പരീക്ഷിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം സിനിമകളുടെ പരസ്യം മാതൃഭൂമിക്ക് കൊടുക്കാതിരുന്നുകൊണ്ട് നിസ്സഹകരണമാണ് ഇൻഡസ്ട്രി അന്ന് കാണിച്ചത്. പിന്നീട് ഒരു ഘട്ടത്തിൽ പരസ്യങ്ങൾ തിരിച്ചു വന്നു, റിവ്യൂ അവസാനിച്ചു. ഓൺലൈൻ റിവ്യൂവർമാരോടുള്ള ഈ കലിപ്പിന്റെ ഒന്നാമത്തെ കാരണം ഇതുപോലെ നിസ്സഹകരണം നടത്തിക്കൊണ്ടോ വേറെ എന്തെങ്കിലും രീതിയിലോ അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ചെയ്യാവുന്ന കാര്യം അവരുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക എന്നതാണ്. അതിന് ഇവർ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രാചീനമായ ടൂളാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന കാശ് വാങ്ങൽ ആരോപണം. അറ്റവും മൂല്യമില്ലാതെ ആരോപിക്കുന്ന പരിപാടി പണ്ട് മുതലേ തുടങ്ങിയിട്ടുള്ളതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം കേസ് ലെവലിൽ ആദ്യമായിട്ട് പോയത് 2019-ലാണ്. ഏതാണ്ട് 2016 മുതൽ മലയാളത്തിൽ യൂട്യൂബിൽ റിവ്യൂ ചെയ്യുന്ന വ്യക്തിയാണ് മൺസൂൺ മീഡിയ ചാനലിൽ വരുന്ന സുധീഷ് പയ്യന്നൂർ. പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ റിവ്യൂ ഇടുന്ന എല്ലാവരും നേരിടുന്ന പോലത്തെ ആരോപണങ്ങൾ പലപ്പോഴും സുധീഷും നേരിട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിർണായകമായ ഒരു സംഭവം നടന്നത് 2019-ലാണ്. ഗ്യാമ്പിനോസ് എന്ന ഒരു മലയാളം സിനിമ ഇറങ്ങി സുധീഷും ഞാനും അടക്കം പലരും അതിന് നെഗറ്റീവായിട്ടുള്ള റിവ്യൂ കൊടുത്തിരുന്നു. ഞാൻ അന്ന് വെബ്സൈറ്റിലാണ് റിവ്യൂ എഴുതിയിരുന്നത്. പടം ഇറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിന്റെ സംവിധായകൻ സുധീഷ് നല്ല റിവ്യൂ ഇടാൻ കാശ് വാങ്ങിയതിനു ശേഷം വഞ്ചിച്ച് നെഗറ്റീവ് റിവ്യൂ ഇട്ടു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടുകയുണ്ടായി. സുധീഷ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് സംവിധായകനുമായിട്ട് സംസാരിച്ചപ്പോഴാണ് സുധീഷിന്റെ പേരും പറഞ്ഞ് അദ്ദേഹത്തെ ആരോ കബളിപ്പിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലായത്. ഈ നടുവിൽ നിന്ന് പറ്റിക്കുന്നവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് ഇടാമെന്ന് പറഞ്ഞിട്ട് കാശ് വാങ്ങും. ഭാഗ്യത്തിന് പോസിറ്റീവ് വന്നാൽ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് എന്ന് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടവരോട് പറയും. ഇനി അതല്ല, നെഗറ്റീവ് ആണെങ്കിൽ സിനിമ അങ്ങേയറ്റം മോശമായതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കൈയൊഴിയും. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ സംവിധായകനെ കബളിപ്പിച്ച മഹാൻ ഇന്ന് മലയാള സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു PR കമ്പനിയുടെ നടത്തിപ്പുകാരനാണ്. പണ്ട് പ്രൊഡ്യൂസർമാരെ പറ്റിച്ച ആളെ ഇന്ന് ഇൻഡസ്ട്രിയുടെ ഭാഗമാക്കി വെച്ചിട്ടുള്ള ഒരു വിചിത്ര സംസ്കാരമാണ് മലയാള സിനിമയ്ക്ക് ഇപ്പോഴുള്ളത്. ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സെൻസേഷണലായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന അശ്വന്ത് ഗോക്ക് വിഷയത്തിൽ എന്തോ വലിയ തെളിവുണ്ട് എന്ന മട്ടിൽ News 18 ചാനൽ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിരുന്നു. ആ വിളിച്ച വ്യക്തിയെ തിരിച്ചറിയാൻ നോക്കാതെ നേരെ ഒരു ക്ലിപ്പ് എടുത്ത് പത്രസമ്മേളനത്തിന് വന്ന നിർമ്മാതാവും ഒരാൾ തെളിവുണ്ട് എന്ന് പറഞ്ഞ് തലയും വാലും ഇല്ലാതെ ഒരു വോയിസ് ക്ലിപ്പ് അയക്കുമ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്യുക എന്ന ബേസിക് മാധ്യമ പ്രവർത്തകൻ അറിയാത്ത ജേർണലിസ്റ്റും എല്ലാം ഒരേ വണ്ടിക്കുള്ളതാണ്. സുധീഷിന്റെ കേസിലും അശ്വന്തിന്റെ കേസിലും സംഭവിച്ചിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. വലിയ ധാരണയില്ലാത്ത പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് ഞാൻ ഇന്നയാളുടെ ആളാണ്, പൈസ തരണം എന്ന് പറഞ്ഞ് വരട്ടി. റിവ്യൂ നെഗറ്റീവ് ആയപ്പോൾ പൈസ കൊടുക്കാത്തത് കൊണ്ടായിരിക്കുമെന്ന് നിഷ്കളങ്കമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ചു. നിങ്ങളെ ഒരാൾ വിളിച്ചിട്ടല്ലേ ഇത് പറഞ്ഞത്? ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ നമ്പറും കൊണ്ട് സൈബർ സെല്ലിൽ പോയിട്ട് ആ മഹാൻ ആരാണെന്ന് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഭാവിയിൽ പുതിയൊരു PR ഏജൻസി മലയാള സിനിമ കാണേണ്ടി വരും. എനിക്ക് വ്യക്തിപരമായിട്ട് ഈ പറയുന്ന പെയ്ഡ് റിവ്യൂ എന്ന ആരോപണം നേരിടേണ്ടി വന്നത് 2017-ലാണ്. അതിങ്ങനെ തെളിവൊന്നും വെച്ചിട്ട് പബ്ലിക് ഡൊമൈനിലൊന്നുമല്ല. സ്റ്റീഫൻ സ്പിൽബർഗിന്റെ ആദ്യകാലത്തെ സിനിമയായിട്ടുള്ള ഡ്യുവൽ എന്ന പടം ചുരുണ്ടിക്കൊണ്ട് മലയാളത്തിലൊരു സിനിമ വന്നിരുന്നു. ആ സിനിമയുടെ സംവിധായകൻ അന്നത്തെ മലയാളത്തിലെ കാര്യമായൊരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോയുടെ ഉടമയായിരുന്നു. ആ സിനിമ ഇറങ്ങുന്നതിന്റെ 3-4 മാസം മുന്നേ ആയിട്ട് പുള്ളി എനിക്ക് ഫേസ്ബുക്കിൽ നിരന്തരം നിങ്ങളുടെ റിവ്യൂ ഒക്കെ അടിപൊളിയാണ് എന്നുള്ള ധ്വനിയിലുള്ള മെസ്സേജുകൾ അയക്കുമായിരുന്നു. അവസാനം പടത്തിന്റെ റിലീസ് അടുത്ത സമയത്ത് എനിക്ക് പുള്ളി മെസ്സേജ് അയച്ചു, നിങ്ങൾക്ക് സിനിമ ഇഷ്ടമാവുകയാണെങ്കിൽ അപ്പോൾ തന്നെ റിവ്യൂ ഇട്ടോളൂ, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ച റിവ്യൂ ഇട്ടാൽ മതി എന്ന രീതിയിൽ. ബാക്കിയുള്ള സിനിമയും കാണുന്നത് പോലെ ഞാൻ ഈ സിനിമയും കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സൗജന്യത്തിനൊന്നും നിന്നു കൊടുത്തില്ല. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അതിന്റെ റിവ്യൂ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പുള്ളി സ്വാഭാവികമായിട്ടും ഞാൻ സിനിമയെ കൊന്നു എന്നൊക്കെയുള്ള രീതിയിൽ മെസ്സേജുകൾ അയച്ചു. ഇതിൽ എന്നെ ചിരിപ്പിച്ച ഒരു സംഭവ വികാസം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ അതിനുശേഷം പബ്ലിഷ് ചെയ്യുന്ന ഒരുവിധം എല്ലാ സിനിമാ റിവ്യൂകളുടെ അടിയിൽ ഇദ്ദേഹം വന്നിട്ട് പെയ്ഡ് റിവ്യൂ എന്ന് കമന്റ് ഇടും. ഇടുന്ന റിവ്യൂ ഏത് സിനിമയുടേതാണെന്ന് പോലും നോക്കാതെയാണ് അദ്ദേഹം കമന്റ് ഇട്ടുകൊണ്ടിരുന്നത്. അതിലൊരു റിവ്യൂ ഹിന്ദി സിനിമയായിട്ടുള്ള സുയി ദാഗെ ആയിരുന്നു. അതായത് യഷ്രാജ് ഫിലിംസ് ഇങ്ങ് കേരളത്തിലിരിക്കുന്ന എനിക്ക് 2017 ഒരു ഹിന്ദി സിനിമ തരക്കേടില്ല എന്ന് പറയാൻ ഇങ്ങോട്ട് പൈസ തന്നു. സംഭവം ഒരു ആരോപണമാണെങ്കിലും 2017 യഷ്രാജ് ഫിലിംസുമായിട്ടൊക്കെ സാമ്പത്തിക ഇടപാട് നടത്തുന്ന ഒരാളായിട്ട് എന്നെ അദ്ദേഹം കണ്ടു എന്നത് ചിലർ അഭിമാനം ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ആളുകളെല്ലാം വിശുദ്ധരാണ് എന്നും ആരും ഇതുപോലെ പണം വാങ്ങുന്നില്ല എന്നൊന്നും അല്ല പറയുന്നത്. ഈ അടുത്ത് ഉണ്ണി വ്ളോഗ്സ് ചാനലിന്റെ ഉടമയായിട്ടുള്ള ഉണ്ണിയെ അബാം മൂവീസിന്റെ അബ്രാം മാത്യു വിളിച്ച് അസഭ്യം പറഞ്ഞത് കുറച്ച് ചർച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിലുണ്ടായ രസകരമായ ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഉണ്ണിയുടെ ചാനലിന്റെ പേര് ഉണ്ണി വ്ളോഗ്സ് സിനിഫൈൽ എന്നാണ്. സിനിഫൈൽ എന്ന പേരിലുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുമായിട്ട് ബന്ധമുള്ള ആരോ ഈ നിർമ്മാതാവിനെ വിളിച്ച് പണം തന്നാൽ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ആ ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു.
അപ്പോൾ അബ്രഹാം മാത്യു ഉണ്ണിയുടെ റിവ്യൂ നോക്കിയപ്പോൾ സിനിഫൈൽ എന്ന പേരിന്റെ അറ്റത്ത് വാലുള്ള ഒരാൾ വന്നിരുന്നിട്ട് നെഗറ്റീവ് പറയുന്നു. പുള്ളി അവിടെ കണ്ടത് വിശ്വാസവഞ്ചനയാണ്. ഫോൺ വിളിച്ച് ചീത്തയും പറഞ്ഞ് നാറ്റക്കേസായതിനു ശേഷമാണ് അദ്ദേഹത്തിന് അത് വേ ഇത് റേ എന്നത് മനസ്സിലായത്. ഇതേ ഗ്രൂപ്പിന്റെ അഡ്മിനെതിരെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് അതിന്റെ നിർമ്മാതാക്കൾ രേഖാമൂലം പരാതി കൊടുക്കുകയും രേഖകൾ കാണിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. അതായത് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റും. പറഞ്ഞു വരുന്നത്, അനുകൂലമായ ഒപ്പീനിയൻ കിട്ടിയില്ലെങ്കിൽ സിനിമാക്കാർ പെട്ടിയിൽ നിന്ന് ആദ്യം എടുക്കുന്ന ആയുധമാണ് പെയ്ഡ് റിവ്യൂ എന്നത്. വലിയ യൂട്യൂബുകാരെ മുഴുവൻ ഇൻകം ടാക്സ് ട്രാക്ക് ചെയ്യുന്ന ഈ കാലത്ത്, ഒരുവിധ ആളുകളെല്ലാം ക്യാഷ് ട്രാൻസാക്ഷൻ ഓൺലൈനിലൂടെ മാത്രം ചെയ്യുന്ന ഈ കാലത്ത്, കഴിഞ്ഞ 10 കൊല്ലമോ അതിനു മുകളിലോ ആയിട്ടും ഈ ഇൻഡസ്ട്രി മൊത്തം വിചാരിച്ചിട്ടും ഒരു തെളിവ് പോലും പോലീസിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇവർ എഴുതുന്ന തിരക്കഥ പോലെ തന്നെ ഔട്ട്ഡേറ്റഡ് ആണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളും. 3 വർഷം മുന്നേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വലിയ കാര്യത്തിൽ റിവ്യൂ ബോംബിംഗ് കാരണം തകർന്നുപോയ സിനിമകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അത് പ്രമുഖ പത്രങ്ങളിലൊക്കെ വരികയും ചെയ്തിരുന്നു. അന്ന് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സിനിമകളുടെ പേര് കണ്ടാൽ തന്നെ ഇത് വെറും എക്സ്ക്യൂസ് പറയലാണ് എന്ന് ആർക്കും മനസ്സിലാവും. കിങ് ഓഫ് കൊത്തയും രാമചന്ദ്ര ബോസ് ആൻഡ് കോയും ഒക്കെ പരാജയപ്പെട്ടത് റിവ്യൂകൾ വന്നതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് ഇപ്പോഴും റിവ്യൂ ബോംബിംഗ്, ഹെയ്റ്റ് ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞ് പടം ഇറങ്ങി വൈകുന്നേരം തൊട്ട് സെന്റിമെന്റൽ പ്രൊമോഷൻ നടത്തുന്നത്. ഈ കഴിഞ്ഞ 1-2 മാസത്തിനുള്ളിൽ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നു, ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു വന്ന 1-2 സിനിമകളുണ്ട്. അതിലൊരെണ്ണം 1-2 ആഴ്ച മുന്നേ OTT പ്ലാറ്റ്ഫോമിൽ വന്നിട്ടും ഉണ്ടായിരുന്നു. അവസ്ഥ എന്താണെന്ന് ആർക്കും കണ്ടു തന്നെ തീരുമാനിക്കാം. ഈ ആരോപണം ഉന്നയിച്ച നിർമ്മാതാവ് മറ്റ് നിർമ്മാതാക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് സത്യസന്ധമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, അദ്ദേഹത്തെ ഏത് നമ്പറിൽ നിന്നാണ് വിളിച്ചത് എന്നത് ഒന്നെങ്കിൽ പബ്ലിക്കായിട്ട് വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെട്ട് ആ ചോദിച്ച മൂന്നാമനെ വെളിച്ചത്ത് കൊണ്ടുവരികയോ ആണ്. അങ്ങനെ ചെയ്താൽ ഭാവിയിൽ ഇതുപോലെ മധ്യസ്ഥം കളിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നവർ ഒന്നും മടിക്കും. ആ വിളിച്ച വ്യക്തിക്കെതിരെ ഒരു നിയമ നടപടിയും സ്വീകരിക്കാതെ വെറും ഓഡിയോ ക്ലിപ്പ് മാത്രം ഇങ്ങനെ പബ്ലിക് സ്പേസിൽ പുറത്തുവിട്ടാൽ അത് നിങ്ങൾ തന്നെ കൊറിയോഗ്രാഫ് ചെയ്ത നാടകമാണെന്ന് എല്ലാവരും വിശ്വസിക്കും. സിനിമ എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില റിവ്യൂ പറയുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് പറയുന്നത് പോലെയായിരിക്കും. ചില റിവ്യൂ പറയുന്നത് സിനിമയുടെ എഴുത്തിനെയും സാങ്കേതിക വശങ്ങളെയും കുറിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും. ചില റിവ്യൂ പറയുന്ന ഭാഷ നമുക്ക് വ്യക്തിപരമായിട്ട് യോജിച്ചു പോകാൻ പറ്റുകയില്ല. അവിടെ നമുക്ക് കാണാതിരിക്കാനുള്ള ചോയ്സ് യൂട്യൂബ് പോലെ ഒരു പ്ലാറ്റ്ഫോം തരുന്നുണ്ട്. ഇപ്പോൾ അശ്വന്ത് ഗോക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് പുള്ളിയുടെ ഭാഷാ പ്രയോഗത്തിനോട് വിയോജിപ്പുണ്ട്. ഇപ്പോൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ള വീഡിയോ ആണെങ്കിലും പറയുന്ന കാര്യത്തിൽ സത്യമുണ്ടെങ്കിലും കുറച്ചുകൂടെ നല്ല ഭാഷയിൽ പറയാമായിരുന്നു എന്ന് വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമുണ്ട്. പക്ഷേ അത് ഞാൻ വീഡിയോകൾ കാണാൻ താല്പര്യപ്പെടുന്ന ഒരു പ്രിഫറൻസ് മാത്രമാണ്. എനിക്കത് കാണാതിരിക്കാനുള്ള ഓപ്ഷൻ തീർച്ചയായിട്ടും അവിടെയുണ്ട്. പലപ്പോഴും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പണിയെടുക്കുന്നവരെയോ ഇൻഡസ്ട്രിയിൽ കയറിപ്പറ്റാൻ ശ്രമിക്കുന്നവരെയോ സ്ട്രഗിൾ ചെയ്യുന്ന നടന്മാരെയോ ഒക്കെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അവർ പലരും അശ്വന്ത് ഗോക്കിന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു നടന്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടി നല്ല തിരക്കഥയും കൊണ്ട് നടക്കുന്ന ഒരുപാട് പുതിയ സംവിധായകരും മറ്റും നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. അവർക്കൊന്നും അവസരം കൊടുക്കാതെ നിലവാരമില്ലാത്ത സിനിമകൾ പലരും ചെയ്യുമ്പോൾ ഇങ്ങനെ അവസരം നിഷേധിക്കപ്പെടുന്നവർക്ക് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. ഇൻഡസ്ട്രിയിലെ ഭയങ്കരന്മാരായിട്ടുള്ളത് കൊണ്ട് ഇതിനെയൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അശ്വന്ത് ഗോക്കിനെ പോലെയുള്ള ആളുകൾ ചില സമയത്തൊക്കെ രൂക്ഷമായ ഭാഷയിൽ അത്തരത്തിൽ വലിയ ബജറ്റിലൊക്കെ ഒരുങ്ങുന്ന മോശം സിനിമകളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുമ്പോൾ ഇങ്ങനെ അവസരം ലഭിക്കാതെ പോകുന്ന ആളുകൾക്ക് എവിടെയൊക്കെയോ അവരുടെ മനസ്സിലുള്ള കാര്യം ഒരാൾ വിളിച്ചു പറഞ്ഞു എന്ന ഫീലാണ് കൊടുക്കുന്നത്. ഏതോ ഒരു ഇന്റർവ്യൂവിൽ നടൻ നന്ദു പറയുകയുണ്ടായിരുന്നു, അഭിനയിക്കുമ്പോൾ മോശം പെർഫോമൻസ് കൊടുത്തു കഴിഞ്ഞാൽ അശ്വന്ത് ഗോക്ക് എടുത്ത് കീറി ഒട്ടിക്കും എന്നൊക്കെ അവർ പരസ്പരം പറയാറുണ്ട് എന്ന്. പുള്ളിയുടെ ഭാഷയും ശൈലിയും നമ്മളിൽ പലർക്കും വിയോജിപ്പുള്ള സംഗതിയാണെങ്കിലും അയാൾക്കുള്ള റീച്ച് സിനിമയുമായി ബന്ധപ്പെട്ടവർക്ക് പണിയെടുത്തില്ലെങ്കിൽ പഴി വരും എന്ന ബോധം കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഡൈവേഴ്സ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും സിനിമകൾ ഇംപ്രൂവ് ആകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയെങ്കിലും നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകും. അത് വളരെ മാനുഷികമായിട്ടുള്ളൊരു കാര്യമാണ്. വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള നടീനടന്മാർക്ക് വരെ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ പാളിപ്പോകുന്നുണ്ട്. എല്ലാ സിനിമാക്കാരും ഇങ്ങനെയാണ് എന്ന് ഞാൻ പറയുകയില്ല. പുതിയ തലമുറയിലുള്ള ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഒരു കോളേജ് കാലഘട്ടം മുതലേ കണ്ടു വളർന്നിട്ടുള്ള പലരും വിമർശനം ഇതിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. വ്യക്തിപരമായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ അടുത്ത് വന്ന ഹോട്ട്സ്റ്റാറിലെ സീരീസ് ആയിട്ടുള്ള റോസ്ലിൻ എനിക്ക് വ്യക്തിപരമായിട്ട് വർക്കായിട്ടില്ല. എൻ്റെ റിവ്യൂവിനോട് അതിന്റെ റൈറ്റർ ആയിട്ടുള്ള ലിറിസിസ്റ്റ് കൂടിയായിട്ടുള്ള വിനായക് ശശികുമാർ പ്രതികരിച്ചത്, അടുത്ത തവണ ഞാൻ നിങ്ങളെയും കൂടെ ഇംപ്രസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാതെ എനിക്ക് ക്ലാസ് എടുക്കാനോ കഷ്ടപ്പാടിന്റെ കണക്ക് പറയാനോ അല്ല പുള്ളി ശ്രമിച്ചത്. അതുപോലെ വേറെയും ഫിലിം മേക്കേഴ്സ് ഉണ്ട് നമ്മൾ പറയുന്ന വിമർശനത്തെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് എന്ന് മനസ്സിലാക്കാൻ സെൻസ് ഉള്ളവർ. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കോമൺ സെൻസ് ഡിസ്കഷനിലേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, യൂട്യൂബ് റിവ്യൂ എന്ന് പറയുന്ന സാധനം നിലനിന്ന് പോകുന്നതിന്റെ ഒരേ ഒരു കാരണം ക്രെഡിബിലിറ്റി എന്നതാണ്. അതായത് ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പില്ലെങ്കിലും ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായമാണ് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ആ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനം ഒന്നുകൊണ്ട് മാത്രമാണ് ചാനലുകൾ നിലനിന്ന് പോകുന്നത്. നിലവാരമില്ലാത്ത സിനിമയ്ക്ക് പണം വാങ്ങി ക്രെഡിബിലിറ്റി കളയാൻ മാത്രം മണ്ടന്മാരല്ല യൂട്യൂബിൽ റിവ്യൂ ചെയ്യുന്ന ആളുകൾ. പരിചയത്തിൽ ആർക്കെങ്കിലും മോണറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അവർക്കൊരു വീഡിയോയിൽ നിന്ന് എത്ര രൂപയാണ് ലഭിക്കുന്നത് എന്ന് നോക്കുക. എന്നിട്ട് ഈ പറയുന്ന യൂട്യൂബ് റിവ്യൂവർമാർക്ക് ഓരോ വീഡിയോയ്ക്കും ലഭിക്കുന്ന വ്യൂസ് പോയിട്ടൊന്ന് നോക്കുക. അപ്പം മനസ്സിലാവും
1 ലക്ഷം വാങ്ങി കള്ളക്കളി കളിച്ച് സമാധാനം കളഞ്ഞ് ജീവിക്കേണ്ട ആവശ്യം അവർക്കില്ല എന്ന്. ഉള്ളതുപോലെ പറഞ്ഞ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ളത് നിലവിൽ യൂട്യൂബ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ പലരും ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. മലയാള സിനിമയുടെ സ്വഭാവം വെച്ചിട്ട് കൊല്ലുന്നേ എന്നും പറഞ്ഞ് അടുത്തൊരു സിനിമ വരുമ്പോഴും ഏതെങ്കിലും പ്രൊഡ്യൂസർ എന്തെങ്കിലും ഓഡിയോ ക്ലിപ്പ് വെച്ച് സൈബർ സെല്ലിൽ പോകുന്നതിന് പകരം പ്രസ് ക്ലബിലേക്ക് പോകും. ഇതിന് പ്രതികരണമായിട്ട് വന്നിട്ടുള്ള വീഡിയോകളിലൂടെ നിർമ്മാതാക്കൾക്കും സിനിമാക്കാർക്കും കാര്യം മനസ്സിലായാലും ഇല്ലെങ്കിലും കാണുന്ന പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്കെങ്കിലും ഇതിന്റെ ഒരു എക്കണോമിക്സ് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സിനിമ റിവ്യൂകളും സിനിമകളെ കുറിച്ചിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള അനാലിസിസുകളും ഈ ചാനലിൽ ചെയ്യുന്നുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൂടി പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്